നമസ്കാരം. വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ജന്തുജാലങ്ങളിൽ ഒരു ജീവിയാണ് കഴുതപ്പുലി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട്: അവിടുത്തെ ഗോപുരങ്ങളിൽ കഴുതപ്പുലികളും മണിമേടകളിൽ കുറുനരികളും കൂക്കുവിളിക്കും. അവിടുത്തെ ഗോപുരങ്ങളിൽ കഴുതപ്പുലികളും മണിമേടകളിൽ കുറുനരികളും കൂക്കുവിളിക്കും. ഇത് വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവചനത്തിൽ 13-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണ്. മ്ലേച്ഛത കാണിച്ച ബാബിലോൺ നഗരത്തിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് യെശയ്യാവ് നടത്തിയ പ്രവചനങ്ങളിലെ ഒരു പ്രസ്താവനയാണിത്. മലയാള പരിഭാഷകളിൽ ഓശാന ബൈബിളിൽ മാത്രമാണ് ഈ പരാമർശമുള്ളത്. മറ്റു പരിഭാഷകളിലൊക്കെ കഴുതപ്പുലി എന്നതിനു പകരം ചെന്നായ് എന്നാണ് കാണുന്നത്. ഏദോമിന് സംഭവിപ്പാനുള്ള ശാപത്തെപ്പറ്റി പ്രവാചകൻ പറയുന്നത് അവിടെ വന്യമൃഗങ്ങൾ കഴുതപ്പുലികളെ കണ്ടുമുട്ടും എന്നാണ്. യെശയ്യാ പ്രവചനം 34-ാം അധ്യായം 14-ാം വാക്യം. ഈ വാക്യങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ കഴുതപ്പുലിയുടെ ഇംഗ്ലീഷ് നാമമായ ഹൈന എന്നും വൈൽഡ് ബീസ്റ്റ് അതായത് കാട്ടുമൃഗം എന്നുമാണ് യഥാക്രമം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ മൂലകൃതിയിൽ ഈ രണ്ടു ഭാഗങ്ങളിലും കഴുതപ്പുലിയുടെ എബ്രായ പദമായ സെബോയ എന്നാണ് ചേർത്തിരിക്കുന്നത്. ഓശാന ബൈബിളിൻ്റെ പരിഭാഷ അത് ശരിവെക്കുന്നുണ്ട്. പേരിൽ സൂചനയുണ്ടെങ്കിലും കഴുതപ്പുലിക്ക് കഴുതയുടെയോ പുലിയുടെയോ സാദൃശ്യമൊന്നുമില്ല. ചെന്നായുമായി ചെറിയ സാമ്യതയുണ്ട്, എന്നാൽ അവ പരസ്പരം ശത്രുക്കളാണ്. മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിച്ചു ഭക്ഷിച്ച ജന്തുക്കളുടെ അവശിഷ്ടങ്ങളാണ് കഴുതപ്പുലിയുടെ മുഖ്യ ഭക്ഷണം. അടക്കം ചെയ്യപ്പെട്ട ശവശരീരങ്ങൾ മാന്തിയെടുത്തും ഇത് ഭക്ഷിക്കാറുണ്ട്. മനുഷ്യൻ്റെ ചിരി പോലെ ഒരു പ്രത്യേകതരം ശബ്ദമാണ് ഇവയ്ക്കുള്ളത്. വികൃതമായ ആകാരവും വിചിത്രമായ സ്വരവും സ്വഭാവവും ഇവയെ മ്ലേച്ഛതയുടെയും ബീഭത്സതയുടെയും പ്രതീകമാക്കുന്നു. പാലസ്തീൻ പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകളിൽ കഴുതപ്പുലി സർവ്വസാധാരണമായി കാണപ്പെട്ടിരുന്നു. അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലെ സിറാക്കിൻ്റെ പുസ്തകത്തിലും കഴുതപ്പുലിയെപ്പറ്റി പരാമർശമുണ്ട്. കഴുതപ്പുലിയും നായും തമ്മിൽ എന്തു കരാറാണുള്ളത്? ധനവാനും ദരിദ്രനും തമ്മിൽ എന്ത് രമ്യതയാണുള്ളത്? സിറാഖിൻ്റെ പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് ഈ ചോദ്യം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ വിമർശിച്ചുകൊണ്ടുള്ളതാണ്. സെബോയിയം നെഹെ എന്ന സ്ഥലനാമം സെബോയ